നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ മോളെ? നന്നായി വരും. കണ്ടോ, ഇതാണ് ഗുരുത്വം. നിങ്ങളും നിങ്ങളുടെ കൂടെ വന്നവരുടെ അനുഗ്രഹം വാങ്ങി തുടങ്ങിക്കോ, നല്ലതേ വരും. മോളെ, അനുഗ്രഹം വാങ്ങിക്കണം കേട്ടോ. രാധമ്മേ, പുറത്ത് വെയിറ്റ്. ശരി മോളെ. ഒന്നും തോന്നരുതേ, രാധമ്മ ഒരു നിഷ്കളങ്കേ. നല്ല ഉദ്ദേശത്തിൽ മാത്രമേ എന്തെങ്കിലും പറയൂ. Hey, it's okay. Actually, I completed my hotel management degree at Ozio University. ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ പേരുകേട്ട യൂണിവേഴ്സിറ്റി ആണല്ലോ. അതെ. ഋതിക എവിടുന്നാ കുക്കിംഗ് പഠിച്ചേ? എന്നെ കുക്കിംഗ് പഠിപ്പിച്ചത് ഇപ്പൊ പോയ രാധമ്മയില്ലേ, ആ രാധമ്മയാ. രാധമ്മ എന്റെ ഭർത്താവിന്റെ അമ്മയാ. ആ രാധമ്മയാ എന്നെ കുക്കിംഗ് പഠിപ്പിച്ചത്. സീരിയസ്ലി? അതെ. എന്താ? ഹേയ്, ഒന്നുമില്ല. അപ്പ ഇവളെ തോപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. ഓസിയോ യൂണിവേഴ്സിറ്റി എവിടെ കിടക്കുന്നു? കേരളത്തിലെ ഏതോ വീട്ടിലെ അടുക്കള എവിടെ കിടക്കുന്നു? ഇവള് ദോശയുടെ സാമ്പാറിന്റെ ആളാണെന്നാ തോന്നുന്നേ. അംബിക മേഡം, ഇത് ജഡ്ജസിലുള്ള നമ്മുടെ സ്വന്തം ആളാ. പേര് പല്ലവി. കേരളത്തിലുടനീളമുള്ള 50ഓളം 5 സ്റ്റാർ ഹോട്ടലുകളുടെ പ്രോഗ്രാം ഡെവലപ്മെന്റ് ടീമിലെ മെമ്പറാ. നമ്മുടെ നാട്ടുകാരിയാ. ഹലോ. ഹായ്. ഇത് അംബിക മേഡം, മിനിസ്റ്റർ പ്രതാപവർമ്മ സാറിന്റെ. ഏയ്, എന്നെ ഒരാളെ പരിചയപ്പെടുത്താൻ അനിയന്റെ പേരിന്റെ ആവശ്യമുണ്ടോ? അതെ, അംബിക മാഡത്തിന് അങ്ങനെ പ്രതാപൻ സാറിന്റെ ചേച്ചിയാണെന്ന ലേബലൊന്നും വേണ്ട. മാഡത്തിനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ ക്ലബ് മെമ്പേഴ്സിനിടയിലും പിന്നെ ഫ്രണ്ട്സുമായുള്ള ചാറ്റിങ്ങിനിടയിലും അംബിക മാഡത്തെ കുറിച്ചും അംബിക മാഡത്തിന്റെ ഡ്രസ് സെൻസിനെ കുറിച്ചും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അംബിക മാഡത്തിന്റെ ഏറ്റവും എക്സ്പെൻസീവായ ഓർണമെന്റ്സ് കളക്ഷനെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. ഏയ്, അതൊക്കെ അസൂയക്കാര് വെറുതെ പറഞ്ഞു പരത്തുന്നതല്ലേ. അതിലൊക്കെ എന്തിരിക്കുന്നു? നമ്മൾ ഇത്ര ക്ലോസ് ആയതുകൊണ്ടേ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ തുറന്നു പറയാം. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഋതിക എന്റെ അനന്തരവളാ. പക്ഷേ അവൾ ഈ മത്സരത്തിൽ ജയിക്കാൻ പാടില്ല. ശില്പയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും വേണം. അതിന് എന്ത് പ്രതിഫലം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഏയ്, നമുക്കിടയില് അങ്ങനെ ഒരു ബാർഗൈനിങ്ങിന്റെ ആവശ്യമുണ്ടോ അംബിക മാഡം? അംബിക മാഡം തരുന്നത് എത്രയായാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. മറ്റേ ആളുടെ കാര്യം എങ്ങനെയാ? തന്നോടൊപ്പമുള്ള രണ്ടാമത്തെ ജഡ്ജ് സനീഷ് കുറുപ്പ് സാറ് ആളിത്തിരി സ്ട്രേറ്റ് ഫോർവേഡാ. പല വിദേശ ഹോട്ടലുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും വലിയ പിടിപാടുള്ള ആളാ. അതിന്റെ ഒരു അഹങ്കാരവും പിന്നെ തെറ്റുകൾ ചെയ്തുണ്ടാക്കുന്നതൊന്നും വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡും. മാഡം അതൊന്നും കാര്യമാക്കണ്ട. ഋതികയെ തോൽപ്പിച്ച് ശില്പയെ ജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോയിക്കോളാം. ഋതികയുടെയും ശില്പയുടെയും കൂടെ മത്സരിക്കുന്ന പെണ്ണില്ലേ, നാട്ടുപുറത്തുകാരിയായ ആ ബിന്ദു, അവളെ ഞാൻ കയ്യിലെടുത്തോളാം. അംബിക മാഡം ഗാലറിയുടെ പിന്നിലിരുന്ന് കളി കണ്ടാ മതി. താങ്ക് യു പല്ലവി. സെക്രട്ടറി, അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ശരി മേഡം. നമസ്കാരം, ഞാൻ തേജസ്വിനി പ്രേംകുമാർ, ക്യൂൻസ് ക്ലബിന്റെ സെക്രട്ടറിയാ. ജില്ലയുടെ പല ഭാഗങ്ങളിൽ വെച്ച് നടന്ന ഫുഡ് കോമ്പറ്റീഷനിൽ നിന്നും അവസാന റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 3 മത്സരാർത്ഥികൾ തമ്മിലുള്ള മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നാവിൽ രുചിയൂറുന്ന ഭക്ഷണം ഉണ്ടാക്കി ക്യൂൻസ് ക്ലബ്ബ് നൽകുന്ന 1ാം സമ്മാനം കരസ്ഥമാക്കാൻ പോകുന്നത് ആരാണെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിന്റെ ജഡ്ജസ് ഇവരാണ്. ആദ്യം നമുക്ക് പല്ലവി മാഡത്തെ പരിചയപ്പെടാം. കേരളത്തിലുടനീളം 50ഓളം വരുന്ന 5 സ്റ്റാർ ഹോട്ടലുകളുടെ പ്രോഗ്രാം കൺട്രോളിംഗ് ടീം അംഗമാണ് പല്ലവി മാഡം. ഈ ഹോട്ടലുകളിൽ പലതും
പല്ലവി മാഡത്തിന്റെ കൂടെയാണ്. വെൽക്കം പല്ലവി മാഡം. നമ്മുടെ അടുത്ത ജഡ്ജ് സനീഷ് കുറുപ്പ് സാറാണ്. വളരെ പ്രശസ്തനായ ഒരു ഷെഫും ലോക പ്രശസ്തനായ ഒരു ഫുഡ് ബ്ലോഗറുമാണ് അദ്ദേഹം. ലോകത്തിലെ പല ഇന്റർനാഷണൽ ഹോട്ടലുകളിലും സനീഷ് കുറുപ്പ് സാറിന്റെ റെസിപ്പിക്ക് വലിയ ഫാൻ ബേസ് തന്നെയുണ്ട്. നമ്മളൊക്കെ ആരാധനയോടെ കാണുന്ന പല സെലിബ്രിറ്റികളും കായിക താരങ്ങളും ബിസിനസ്മാൻമാരും സനീഷ് സാറിന്റെ ഫാൻസ് ആണെന്ന് പറയാം. വെൽക്കം സർ. അടുത്തതായി ഞാൻ ഈ മത്സരത്തിലേക്ക് വെൽക്കം ചെയ്യാൻ പോകുന്നത് 100ഓളം മത്സരാർത്ഥികളെ പിന്നിലാക്കി അവസാന റൗണ്ട് യോഗ്യതാ മത്സരത്തിൽ ഒന്നിനൊന്നോട് മെച്ചമായ പെർഫോമൻസ് കാഴ്ചവെച്ച പാചക കലയിലെ റാണിമാരെയാണ്. ബിന്ദു അനിൽ, ശില്പ ചക്രവർത്തി ആൻഡ് ഋതിക വർമ്മ. ഇവരിൽ ഏത് റാണിയാണ് പാചക റാണി ആവുന്നതെന്ന് നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഷെഫ് ക്യാപ്പ് ധരിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് കടക്കാം. എന്താ മേഡം ക്യാപ്പ് വയ്ക്കാൻ? ക്യാപ്പ് വെക്കരുത് മേഡം. രാധമേ, എന്താ മോളെ? ഈ ക്യാപ്പ് രാധമ്മ എന്റെ തലയിൽ വെച്ചു തരൂ. ഞാനോ? പ്ലീസ് രാധമേ. ശരി മോളെ. മോള് ധൈര്യമായിട്ട് മത്സരിച്ച് ജയിക്കും. ശരി രാധമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.